അപ്പം ഇന്ന് നമുക്ക് കുയ്യപ്പം ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കര ഉരുകാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് മാവ് റെഡിയാക്കാം. അപ്പം ഇനി നമുക്ക് അപ്പം നമ്മൾ കുറച്ച് അരി തന്നെ ഉള്ളൂ കേട്ടോ. ആ അരിയിലോട്ട് കുറച്ച് അരി എന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് അരിയൊക്കെ ഉണ്ടാവുള്ളേ. ആ അരിയിലോട്ട് നമ്മൾ കുറച്ച് വറ്റിട്ടിട്ടുണ്ട്, കുറച്ച് ചോറ് കേട്ടോ. ആ ചോറ് ഇട്ടിട്ടുണ്ട്. 2 ഏലക്കായും കൂടെ ഇട്ടിട്ടാണ് ഞാൻ അരക്കുന്നത് കേട്ടോ. ഏലക്കായ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടില്ല, ഇങ്ങനെ അരക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളെ ഈ ശർക്കര ഉണ്ടല്ലോ അത് ഉരുകിയിട്ട് ഒരു 6-7 ശർക്കര ഉണ്ടാവും കേട്ടോ. 6-7 ശർക്കര ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിനെ കണക്ക് കേട്ടോ. അപ്പോൾ ഞാനത് നേരത്തെ പറയാൻ വിട്ടുപോയി. പിന്നെ ഇനി ഇതിലോട്ട് ബാക്കി ഞാൻ പൊടിയാണ് കേട്ടോ കൂട്ടണത്. അരിപ്പൊടിയാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന അരിപ്പൊടിയാണ് കേട്ടോ, ഞാൻ പൊടിപ്പിച്ചതല്ല. അപ്പോൾ ഈ ഒരു കയ്യിലിന് ഒരു 4 കയ്യിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസ് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ അരച്ചു വെച്ചില്ലേ അരിയും ഏലക്കായും കൂടെ അരച്ചില്ലേ, വറ്റും കൂടെ കൂട്ടിയിട്ട് അത് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. കൈ കൊണ്ട് തന്നെ അധികം ചെയ്യാൻ നോക്കുക. പിന്നെ നല്ല ചൂടുള്ള ശർക്കരപ്പാനിയാണ്, അത് വെച്ച് കണ്ടിട്ട് അത് ഒഴിക്കുമ്പോൾ ഈ കൈ കൊണ്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ പണി ഇട്ടു കേട്ടോ. അപ്പോൾ അത് ഒഴിക്കുമ്പോൾ നമ്മൾ സ്പൂൺ തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കയ്യിൽ ഉപയോഗിക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടാറിയതിന് ശേഷം കൈ കൊണ്ട് നല്ലോണം അതിൻ്റെ കട്ടയൊക്കെ ഉടക്കുക കേട്ടോ. ഇനി നമ്മൾ ആ ബീറ്ററിൻ്റെ മറ്റേ കൊക്ക ഉണ്ടല്ലോ അത് വെച്ചുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും അതിൻ്റെ ആ കട്ടയൊക്കെ ഒന്നുകൊണ്ട് ഒഴിവായി കിട്ടണം കേട്ടോ, എന്നെങ്കിലാണ് നമ്മുടെ മാവ് സോഫ്റ്റ് ആവുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കാം. ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ എപ്പോഴും അതൊന്ന് അരിച്ചിട്ട് വേണം ശർക്കരപ്പാനി ഒഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറേശ്ശെ ഒഴിക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾക്ക് കട്ട ഉടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ശർക്കരപ്പാനി ഒഴിക്കുക. എന്നിട്ട് പിന്നെ അത് മാത്രമല്ല, നമുക്ക് അതിൻ്റെ ഒരു വെള്ള ഏറുണ്ടോ എന്നുള്ളതും അറിയില്ലല്ലോ. അപ്പോൾ കുറേശ്ശെ പാനി ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇതാക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ ശർക്കര പാനി ഒഴിച്ച ഉടനെ തന്നെ കൈ കൊണ്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ കയ്യിലൊക്കെ ഇതൊക്കെ സ്പൂണൊക്കെ ഉപയോഗിക്കുക കേട്ടോ. അതൊക്കെ യുക്തിക്ക് ചെയ്യുക. പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ എന്ത് മധുരം ഉണ്ടാക്കുകയാണെങ്കിലും അതിലോട്ടൊരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കും കേട്ടോ. അതൊന്ന് മധുരം ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തേക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് എനിക്കൊരു മധുരം ഉണ്ടെന്ന് തോന്നുള്ളൂ. ആ മധുരം ബാലൻസ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഇതാക്കണത്. അപ്പോൾ നമ്മുടെ മാവ് ഒന്നിങ്ങനെ പാർന്ന് നോക്കട്ടോ. അപ്പോൾ മനസ്സിലാവും നമുക്ക് അതിന് പാകയിക്കണോ അല്ലേന്ന്. പിന്നെ ഈ ഒരു സ്പൂണ് 2 സ്പൂണ് മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും എന്താ പറയുക, നമുക്കൊരു സോഫ്റ്റും കൂടെ കിട്ടും. മറ്റേത് അരിപ്പൊടി മാത്രം ആകുമ്പോൾ ഒരു കറുമുറാന്ന് ലീറ്റ് നിൽക്കും. അങ്ങനല്ല, കുറച്ചൊരു സോഫ്റ്റും കൂടെ വേണ്ടേ കുയ്യപ്പാവുമ്പോൾ. അപ്പം നമ്മൾ അതിൽ 2 സ്പൂണ് പിന്നെ മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മാവ് നോക്കിയാൽ നല്ല തിക്കാണ് അല്ലേ. അപ്പം നമുക്ക് ആ തിക്കൊന്ന് കുറച്ചിട്ട് നമ്മുടെ ഈ ഒരു ഓട്ടട മാവില്ലേ, ആ ഒരു മാവിൻ്റെ ഒരു ഇതിൽ നമുക്ക് മാവ് കിട്ടണം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ ശർക്കരപ്പാനി ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു മനസ്സിലാകും എന്താണെന്നുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ഈ ശർക്കരപ്പാനിൻ്റെ വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മൾ മിക്സിൻ്റെ ജാറ് കഴുകിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു അരി അരച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ഒഴിവായി പോകില്ല. അപ്പോൾ അതിന് കേട്ടോ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ശർക്കരപ്പാനിൻ്റെ ആവശ്യമുണ്ട്, എങ്കിൽ മാത്രമേ നമ്മുടെ മാവ് ഒന്ന് ഇതാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ കുറേശ്ശെ ശർക്കരപ്പാനി ഒഴിച്ച് കണ്ടാണ് ഈ ഇളക്കി കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ ഈ ഇളക്കലുണ്ടല്ലോ അത് നന്നായിട്ട് എത്തണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ഇത് നന്നാവുള്ളൂ. കണ്ടോ, ഈ ഒരു ഇത് കണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കണം. ഇത്ര പോരാ, ഒന്നും കൂടെ ഒന്ന് അയണം നമ്മുടെ മാവ്, എങ്കിലേ നമുക്ക് കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ഉള്ള ഒരു ഇത് കിട്ടുള്ളൂ. അതിങ്ങനെ ഒരു കട്ടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ വേവാത്ത പോലെയൊക്കെ നിൽക്കൂട്ടോ. കണ്ടോ, ഇതൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ കിട്ടണം കേട്ടോ. ഇങ്ങനെ പാർന്ന് നോക്കുമ്പോൾ ഈ ഒരു ലെവലിൽ ഇങ്ങനെ കിട്ടണം. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാൻ പറ്റും.
പിന്നെ അപ്പൊക്കെ അപ്പോഴേ ചുടണതാണ്. പിന്നെ അതുകൊണ്ട് എന്താണ് പൊന്തി വരൂല എന്നൊന്നും പേടിക്കണ്ട കേട്ടോ. എനിക്കിത് മാത്രം മതി, വറ്റും കൂട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പം തന്നെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. ഒരു ബേക്കിംഗ് സോഡൻ്റെയോ അല്ലെങ്കിൽ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ എന്താ പറയുക, ബേക്കിംഗ് സോഡ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ കുട്ടികൾക്കും വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കണത്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ പൊന്തി വന്നില്ലെങ്കിൽ തന്നെ എന്താ, നല്ല മുതൽ തിന്നൂടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂട്ടിയിട്ടില്ല. പക്ഷേ അൽഹംദുലില്ലാ നല്ല മാഷാ അല്ലാ നല്ല ഉഷാറായിട്ട് നല്ല പൊന്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിക്കാം നിങ്ങളെ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മാവിൻ്റെ ഈ ഒരു ലെവല് കണ്ട, കുറച്ച് ഈ ഒരു ഓട്ടടൻ്റെ അളവ് കേട്ടോ, അപ്പത്തിൻ്റെ അല്ല ഓട്ടടൻ്റെ ഒരു ഇതിൽ കേട്ടോ അങ്ങനെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് നമുക്ക് കിട്ടൂല. അപ്പം ഞാൻ ഓയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, തേങ്ങാപ്പൂൾ കേട്ടോ അങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞുകൊണ്ട് അതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തിന്നുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ക്രിസ്പിയായിട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ എല്ലാ കുഴിയിലും ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ചൂടാവട്ടെ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഇതിലോട്ട് മാവ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളമുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം. അത് എല്ലാ കുഴിയിലും നമ്മൾ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് കയ്യിൽ കൊണ്ടാണ് പാരണത്. വേണമെങ്കിൽ ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ പാർന്നു കൊടുത്താലും മതി കേട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ അതിനൊന്നും മെനക്കെട്ടില്ല. ഇനിയിപ്പോൾ അതും കൂടെ മോറണ്ടേ എന്നുള്ളൊരു മടിയാണ്. അപ്പം ഞാനിതിങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ഇത് നല്ലോണം ഒന്ന് പൊന്തി വരുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. മറിച്ചിട്ട് കൊടുത്തിട്ട് ആ മറിച്ചിട്ട ഭാഗവും നന്നായിട്ടായതിന് ശേഷമാണ് നമ്മൾ ഇത് വാങ്ങിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഞാൻ എത്ര കുറച്ചാണ് ആ ഒരു കുഴിയിൽ പാർന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കണ്ടോ അതിങ്ങോട്ട് പൊന്തി വന്നിട്ട് പിന്നെ അതിൻ്റെ നമ്മളെ കുഴിയിൽ നിന്നും ഇങ്ങോട്ട് പുറത്ത് ചാടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും അങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. നമുക്കൊരു സോഡപ്പൊടിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. കുറച്ച് പറ്റ് കൂട്ടിയാൽ തന്നെ നല്ല ഉഷാറായിട്ട് ഇതേപോലെ പൊന്തികാണ്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതാവാൻ നിൽക്കണം കേട്ടോ. ചട്ടിയിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അത്രക്ക് നൊഞ്ചാലാണ് നമ്മളെ കുട്ടികളും നമ്മളെ പിന്നെ ആളും കേട്ടോ. കാരണം മധുരം വെച്ചിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അടുത്തുകൂടെ പോയാൽ മതി, എന്തായാലും വേണ്ടില്ല. അത് നമുക്ക് കിട്ടൽ മസ്റ്റാ. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഉണ്ടാക്കാനും ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഉണ്ടാക്കിയാൽ ബാക്കിയാവോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാനോ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ അല്ലെങ്കിൽ എന്താ ചെയ്യാറിയോ, ഞാൻ രാവിലെ തന്നെ ഇവരൊക്കെ പോയതിന് ശേഷം ഉണ്ടാക്കും. എന്നാൽ പിന്നെ വൈകുന്നേരത്തേക്ക് കിട്ടും. അല്ലെങ്കിൽ എന്താ അറിയോ, ഇത് ഉണ്ടാക്കുക എടുത്ത് തിന്നുക ഇങ്ങനെയാണ് നമ്മുടെ അവിടുത്തെ അവസ്ഥ. കാരണം എന്താ വെച്ചാൽ മധുരമായാൽ മതി. അപ്പോൾ ഞാൻ ഇത്രയും ചുട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പം. ഓക്കെ, നല്ല ഉണ്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് മാഷാ അല്ലാ. അപ്പോൾ ഓക്കെ, പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്.